തൃശൂരിലെ കൂട്ടത്തല്ലിൽ നടപടിക്കൊരുങ്ങി KPCC നേതൃത്വം. കൂട്ടത്തല്ല് ഗൗരവമുള്ള വിഷയമാണെന്നും നേതൃത്വം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. തൃശൂരിൽ TN പ്രതാപനും അനിൽ അക്കരയും അടക്കമുള്ള നേതാക്കൾ K മുരളീധരനെ പരാജയപ്പെടുത്താൻ ചരടുവലിച്ച വിഷയത്തിൽ ഉയർന്ന പ്രതിഷേധം കൈവിട്ട സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ KPCC നേതൃത്വം ഇടപെടാൻ തയ്യാറാകുന്നത്. തൃശൂരിലെ തോൽവി സംബന്ധിച്ച പരാതി K മുരളീധരൻ KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നേതൃത്വതലത്തിൽ അദ്ദേഹമായിട്ട് എല്ലാവരും KPCC പ്രസിഡന്റ് അടക്കം ഞാനടക്കം എല്ലാവരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അത് പാർട്ടി സംഘടനാപരമായ കാര്യം, ഞാനത് എന്തായാലും പുറത്തു പറയില്ല. അതിനെക്കുറിച്ച് പറയേണ്ടത് KPCC പ്രസിഡന്റാണ്. ഞങ്ങളെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഉചിതമായൊരു പരിഹാരം ആ കാര്യത്തിലുണ്ടാകും. ഇല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കും. അത് പാർട്ടി ഒരു സംവിധാനം അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അത് പരിശോധിക്കും. തോൽവി തന്നെയല്ലേ, തോറ്റതാണ്. അവിടെയും തോറ്റാണ്, അപ്പുറത്ത് ആലത്തൂർ തോറ്റാണ്. ആ രണ്ടും പരിശോധിക്കും. ഞങ്ങൾ പരിശോധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. നമ്മുടെ വോട്ട് എവിടെ ഒരു സീറ്റിൽ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടാകാതിരുന്ന അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടാകാതിരുന്നത്, അപ്പുറത്തും തൊട്ടപ്പുറത്തും ആലത്തൂരും രണ്ട് സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകാതിരുന്നതെന്ന് പരിശോധിക്കും. അത് പരിശോധിക്കണമല്ലോ. തൃശ്ശൂർ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അത് നോക്കും നമ്മൾ എന്തെല്ലാമാണ് കാരണങ്ങൾ. എന്നാൽ തൃശൂരിലെ കൂട്ടത്തല്ലിൽ കൂടുതൽ പ്രതികരിക്കാൻ KPCC അധ്യക്ഷൻ K സുധാകരൻ തയ്യാറായില്ല. നടപടി ഉണ്ടാകുമെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് സുധാകരൻ മടങ്ങി. നടപടിയും വരും, എല്ലാ ബടിയും വരും, എല്ലാം വരും, നടപടി എല്ലാം വരും, പൊട്ടിപ്പോവും. അതേസമയം തൃശൂർ കൂട്ടത്തല്ല് ഗൗരവമുള്ള വിഷയമാണെന്നും നേതൃത്വം പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, തൃശ്ശൂരെ കാര്യത്തിൽ KPCC അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്തമായ നടപടികൾ ഉടനടി ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.